എൻ്റെ നാടായ പെരിങ്ങമൈക്കര പഞ്ചായത്തിൽ നടത്തപ്പെട്ട ചക്ക ഫെസ്റ്റ് എന്തോരം വിഭവങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നറിയാം. ഇത് കുടുംബശ്രീൻ്റെയും ADSൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ ഒരു ചക്ക ഫെസ്റ്റാണ്. ചക്ക കൊണ്ടും മാങ്ങ കൊണ്ടും മാക്സിമം ആക്കാൻ പറ്റുന്നത്ര വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കി തരാൻ കൂടിയാണ് ഈ ഫെസ്റ്റിനെ ഒരു മത്സര ഇനം കൂടി ആക്കി മാറ്റിയപ്പം പരമാവധി ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനും വിഭവങ്ങൾ തയ്യാറാക്കാനും സാധിച്ചു. ഫസ്റ്റ് അടിച്ച ഗ്രൂപ്പിന് 116 തരം വിഭവങ്ങൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ കുടുംബശ്രീയിലെ യൂണിറ്റുകളിൽ നിന്നും ആൾക്കാർ പങ്കെടുത്ത് ഫെസ്റ്റിനെ ഒരു ആഘോഷമാക്കി മാറ്റുക തന്നെ ചെയ്തത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ചക്കയുടെ ഓർമ്മ എന്ന് വെച്ചാൽ ചക്ക കൂട്ടാനായാലും ചക്ക പായസം, ചക്കയപ്പം, ചക്കപ്പുഴുക്കൊക്കെ എല്ലാ വീടുകളിലും ഏകദേശം ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്നത്തെ തലമുറകൾ മാറിയപ്പം ചക്കകളുടെ ഓരോ വിഭവത്തിനും അതിൻ്റേതായ രുചിഭേദങ്ങൾ വന്നു. അത് വളരെ വ്യത്യസ്തമായ രീതിയിലായാൽ പോലും നമുക്ക് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു തലമുറയെ ചക്കയുടെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഫാസ്റ്റ് ഫുഡുകളുടെ ഇടയിൽ പോലും ഒട്ടും മാറ്റം കുറയാത്ത ഒരു വിഭവമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ചക്ക. എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ സ്വാദും രുചിയും ഒക്കെ നമുക്ക് എന്നും മാറ്റമില്ലാതെ കിട്ടുന്നുണ്ട്. ചക്ക വിഭവങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ചക്കയുടെ ലഭ്യത കുറഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ചക്കക്കാലം കഴിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ നമുക്ക് വീടുകളിലും അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്ന കാര്യമാണ്.